ഒന്ന് പറയും. അപ്പം ഡോൾഫിസം അഥവാ കുള്ളനാക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും തെറ്റുകൊണ്ടല്ല, അതൊരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ഹോർമോണിൻ്റെ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പലർക്കും അത് ഒരു കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ ഗിന്നസ് ബുക്ക് പോലും എന്തുമാത്രം ഉന്നതങ്ങളിൽ എത്തിയെന്ന് നമുക്ക് കാണാം, ഇല്ലേ? അപ്പോൾ ഒരിക്കലും ഇതൊരു കുറവല്ല, മറിച്ച് ഒരുപാട് കലാകാരന്മാർ കുള്ളൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുണ്ണി വാച്ച് പോലും പറഞ്ഞിട്ടില്ലേ, പൊക്കമില്ലായ്മയാണ് എൻ്റെ ദുഃഖമെന്ന്. പക്ഷേ ഞാൻ അതിനെ തിരുത്തുന്നു, പൊക്കമില്ലായ്മയാണ് പലരുടെയും വിജയം. പൊക്കമില്ലായ്മയിൽ നിന്നുകൊണ്ട് വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തിയ പലരെയും, നമ്മുടെ പക്രു ചേട്ടനെ പോലെ പലരെയും എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരിൽ പലരും പൊക്കമില്ലായ്മ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇന്നവർ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി കിട്ടിയപ്പോൾ അവർ മാറ്റി നിർത്തപ്പെടുകയല്ല, ചേർത്ത് നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദിയാണ്. ആ വേദിയാണ് ഇന്ന് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒരു കാലത്ത് ഞാനും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, പലരിൽ നിന്നും പല വേദികളിൽ നിന്നും. എൻ്റെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെവി കേൾക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കുറവായിട്ട് കണ്ട് എന്നെ പലരിൽ നിന്നും മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു പരിപാടിയിൽ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനൊരു നിമിഷത്തിൽ വരെ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പല വേദികളിൽ പല ആൾക്കാരുമായിട്ട് സംവദിക്കാനും പല കൂട്ടുകാരെ എനിക്ക് കിട്ടാനും ഈ ഒരു കുറവാണ് എനിക്ക് ഭാഗ്യമായി തീർന്നിരിക്കുന്നത്. അതിനോട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. നമ്മളെല്ലാവർക്കും കുറവില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ആ ഒരു കുറവിനെ മറച്ചു വെച്ച് നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. നമുക്കെല്ലാവർക്കും ദൈവം ഓരോരോ കഴിവും തന്നാണ് ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇന്ന് തന്നെ നമ്മളിവിടെ കണ്ട് എത്ര കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അവർക്കില്ലാത്ത കഴിവുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ട് വരണം, അല്ലാതെ തളർത്തി കൊണ്ട് പോകരുത്. നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഈ പൊക്കമില്ലായ്മയും അല്ലെങ്കിൽ ഈ നമ്മുടെ കുറവുകൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. നമ്മളിലുള്ള കഴിവുകളെ അത് നമ്മുടെ കഴിവുകളെ വളർത്താൻ അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോഴും ഭിന്നശേഷിക്കാർ എന്നതിന് പകരം സുഖമില്ലാത്ത അംഗപരിമിതർ എന്ന വാക്കാണ് പല ബസ്സുകളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ട്. അംഗപരിമിതർ, എന്തിനാണ് അംഗപരിമിതർ എന്ന് കൊടുത്തിരിക്കുന്നത്? അത് നമ്മളോടുള്ള ഒരു വിവേചനമല്ലേ? സാധാരണക്കാരിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നിർത്തുക അല്ലെങ്കിൽ അകറ്റി നിർത്തുക. അപ്പോൾ അതുമൂലം അവർക്ക് ഉണ്ടാകുന്ന എന്താണ് സുഖം? അല്ല, ഞാൻ ആലോചിച്ചു പോവുകയാണ്. അവർക്ക് വല്ലാത്തൊരു മനസ്സുഖം കിട്ടുമായിരിക്കും. ആ മനസ്സുഖം പക്ഷേ ബാക്കിയുള്ളവർക്ക് വേദന കൊടുക്കുക എന്ന് പലരും ചിന്തിക്കുന്നില്ല. പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. കാരണം അവർ നിങ്ങൾക്ക് കിട്ടിയ പുണ്യമാണ്, ദൈവം തന്ന വരദാനമാണ്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക. അവരുടെ കഴിവുകളെ തിരിച്ചറിയുക. അവരുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സകലമാന
കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഇപ്പം നമുക്ക്